Hello brothers, welcome to the world of KTM. So today നമ്മളുടെ കൂടെ ഉള്ളത് whole new Duke 250 ആണ്. നമുക്ക് 2024 എഡിഷൻ Duke 250 ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് അതായത് നമുക്ക് പഴയ വേർഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു മോഡലാണ്. ലൈക്ക് നമ്മളെ ഓൾഡർ വേർഷൻസിന്റെ എല്ലാം ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും എഞ്ചിൻ സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിലും ഏത് രീതി നോക്കിക്കഴിഞ്ഞാലും പഴയ വണ്ടിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് പുതിയ മോഡൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് എൻറ്റയർലി ചേഞ്ചസ് ആണ് വണ്ടിയിൽ വന്നേക്കുന്നത്. ഈവൻ നമ്മളെ ഹെഡ്ലൈറ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ സൈഡിലേക്കാണെന്നുണ്ടെങ്കിലും അല്ല സ്വിംഗ് ആംസ് ആണ്, ബാക്കിയുള്ള ടാങ്ക് കപ്പാസിറ്റീസ്, ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുത്തിയിരിക്കുന്ന ഒരു മോഡലാണ് ഡ്യൂക്ക് 250 എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിനകത്തുള്ള മേജർ ചേഞ്ചസ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ലുക്ക് വൈസ് നമ്മളെ സൂപ്പർ ഡ്യൂക്ക് 1290യുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്, ആ ഒരു സ്റ്റൈലിങ്ങിനാണ് നമ്മൾ ഈ ഒരു പുതിയ മോഡലിനെ കൊണ്ടുവന്നേക്കുന്നത്. അതേപോലെ തന്നെ സസ്പെൻഷൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് റിയർ സസ്പെൻഷൻ വരുമ്പോഴത്തേക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് യൂഷ്വലി ഏത് വണ്ടികളിലും കണ്ടറിയാം, അത് ഒരു പ്യൂർലി സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും കൊടുത്തേക്കുക മോണോഷോക്ക് വരുമ്പോൾ. ഇതിനകത്താകുമ്പോഴത്തേക്ക് സൈഡ് മൗണ്ടഡ് ആണ്. സൈഡ് മൗണ്ടഡ് വരുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം വണ്ടി സീറ്റ് ഹൈറ്റ് കുറഞ്ഞു കിട്ടും. അറ്റ് ദ സെയിം ടൈം ഗ്രൗണ്ട് ക്ലിയറൻസിനകത്ത് തീരെ കുറവും വരത്തില്ല. അതാണ് നമുക്ക് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം കിട്ടുക. സോ ഇതിനകത്ത് ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾഡർ ജെൻ ഡ്യൂക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരു 183 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ദെൻ ഒരു 5 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേനൊക്കെ തന്നെ പഴയ വണ്ടിയിൽ നിന്ന് ഇല്ലാതൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് പ്ലസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലച്ചസ് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാനും എടുക്കാനുള്ള പറ്റുന്നുണ്ടാവും. സോ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇത്രയും ഫീച്ചേഴ്സും അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ആ ഒരു സ്റ്റൈലിങ്ങും അത്രയും ഒരു ബൾക്കിനെസ്സും കിട്ടുന്ന ഒരു മോഡല് നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ഒന്നും ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റും. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് അലോയ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് പഴയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലോയ്സ് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആക്കിയിട്ടുണ്ട്. അത് 5 ലീഫ് അലോയ്സ് ആണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഹസാർഡ് ലൈറ്റ്സ്, ലൈക്ക് നമുക്ക് യൂഷ്വലി വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത് പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഹസാർഡ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ അതിനകത്ത് വണ്ടിയിൽ തന്നെ ഇൻബിൽട്ട് കൊടുക്കുന്നുണ്ട്. അതിന് തന്നെ സ്വിച്ചിങ്ങിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിയിൽ ഒരു പക്ക ഒരു പ്രീമിയം കാറ്റഗറി ഓഫ് തിങ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സൈഡിലേക്ക് നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും എക്സോസ്റ്റ് വരുന്നത് നമുക്ക് അണ്ടബെല്ലി ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അണ്ടബെല്ലി നമുക്ക് പഴയതിന് അണ്ടബെല്ലി ആയിരുന്നു, ബട്ട് ഇതിനകത്ത് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ബാസി ആയിട്ടുള്ള സൗണ്ടാണ്, കുറച്ച് നല്ല മുഴക്കമുള്ള ടൈപ്പ് ഓഫ് ഒരു എഞ്ചിൻ നോയിസ് ആണ് നമുക്ക്, ആ ഒരു എഞ്ചിൻ സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് സൈഡ് മിറേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. മിറേഴ്സ് കുറച്ചുകൂടി നല്ല റിജിഡ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെയിൽ ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് നൈറ്റ് വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമുക്ക് ഇത്രയാണ് നമുക്ക് ഒരു വണ്ടിയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ കുറച്ച് നല്ല സ്പെഷ്യൽ സ്കീംസും ഓഫേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് KTM സൈഡിൽ നിന്ന് തന്നെ. നമുക്ക് ഓഫർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഒരു 5 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 5 ഇയർ വാറണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇതൊരു പീസ് ഓഫ് മൈൻഡ് ആണ്. ഇപ്പോൾ നമ്മളൊരു വണ്ടി ഒരു പേഴ്സണലി നമ്മളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഇയർ വാറണ്ടി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്തുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് തന്നെ വാറണ്ടിയിൽ തന്നെ കവർ ചെയ്ത് ഒരു പീസ് ഓഫ് മൈൻഡിൽ തന്നെ വണ്ടി റൈഡ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടാവും. അതിനൊക്കെ തന്നെ നമുക്ക് നല്ല എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് 95% വരെ ലോൺ അപ്രൂവലായി കിട്ടുന്നുണ്ട്. ഒരു 20,000 തൊട്ട് നമുക്ക് വണ്ടി ഓൺ റോഡ് മീൻസ് ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്നുണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ്. എത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. താങ്ക് യു.